റോഡ് പണിയുടെ ബില്ലുകൾ ക്രമവിരുദ്ധമായി മാറി നൽകിയതിനെതിരെ പ്രതിഷേധിച്ച് പഞ്ചായത്ത് അംഗം കുത്തിയിരിപ്പ് സമരം നടത്തി. ടി.വി.പുരം 12-ാം വാർഡ് അംഗം ടി. അനിൽകുമാറാണ് വയോജന വിശ്രമ കേന്ദ്രത്തിനു മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വാർഡ് മെമ്പറുടെ പരാതി നിലനിൽക്കെ റോഡ് പണിയുടെ ബില്ലുകൾ ക്രമവിരുദ്ധമായി മാറി നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും നടപടിയിൽ പ്രതിഷേധിച്ചാണ് ടി.വി.പുരം 12-ാം വാർഡ് അംഗം ടി. അനിൽകുമാർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വയോജന വിശ്രമ കേന്ദ്രത്തിനു മുന്നിൽ നടത്തിയ സമര പരിപാടികൾ മുൻ മണ്ഡലം പ്രസിഡന്റ് KS ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീരാജ് ഇരുമ്പേപ്പള്ളിൽ, R. റോയ്, VT സത്യജിത്ത്, ജോസഫ് പടിക്കപ്പറമ്പിൽ, റോയ് തൈക്കൂട്ടത്തിൽ, AS ശരത്, ധനഞ്ജയൻ എന്നിവർ പ്രസംഗിച്ചു. റോഡ് സംബന്ധിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ വർക്കിലെ അപാകത സംബന്ധിച്ച് പരാതി സമർപ്പിച്ചിരുന്നു. ആ പരാതി 21/11/2024 നമ്മൾ സമർപ്പിച്ചത്. ആ പരാതി നിലനിൽക്കെ വർക്കുകൾ തൃപ്തികരമായി പൂർത്തീകരിക്കാതെ എയും പഞ്ചായത്തിനെ ഒത്താശ ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ചേർന്ന് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാതെ ക്രമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ ബില്ലുകൾ മാറി നൽകുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇത് സംബന്ധിച്ച് നമ്മൾ പഞ്ചായത്തിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട്, ബ്ലോക്ക് ലേസിക്കൊക്കെ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു നടപടിയും സ്വീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ അവസാന വട്ടം എന്ന നിലയിലാണ് ഈ പ്രതിഷേധ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. വർഷങ്ങളായി വാട്ടർ സപ്ലൈ പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മാറ്റിക്കേറിയിട്ട റോഡുകൾ വാട്ടർ സപ്ലൈന് പൈസ കിട്ടിയിട്ടും അത് ചെയ്യാതെ തന്നെ 4-5 പേർക്ക് ഉപകരിക്കുന്ന റോഡുകൾ തീർക്കുകയും ചരിത്രത്തിൽ ആദ്യമായി പഞ്ചായത്തിൻ്റെ റോഡ് ഫണ്ടിൽ കാച്ചെടുത്ത റോഡ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമ്പോഴും 4000 പേരോളം സഞ്ചരിക്കുന്ന പല റോഡുകളും ഇന്നും പൂർത്തിയാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ആ പണിയിൽ തന്നെ വൻ അഴിമതിയാണ്. ന്യൂസ് ബ്യൂറോ, വൈക്കം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.